ഹായ് ഹലോ മച്ചന്മാരെ, ഇന്നത്തെ നമ്മുടെ എക്സ്ക്ലൂസീവ് ന്യൂസ് എന്താണെന്ന് അറിയോ? എമ്പുരാൻ ട്രെയിലറാണ്. എന്ത് പറയാനാ, ഇന്ന് 1:08 ഇറക്കണ പറഞ്ഞ ട്രെയിലറാണ്. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? ഇന്നലെ രാത്രി 12:30 ചോർന്നു. ആ ന്യൂസ് നിങ്ങൾ അറിഞ്ഞോ? ചിലവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും അതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ അവസാനം പറയാം. അതേപോലെ തന്നെ ലൈക്ക പ്രൊഡക്ഷൻസ് അവര് നിന്ന് പിന്മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ പോസ്റ്റ് കാണുമ്പോൾ അവരുടെ ആ ഒരു ലോഗോ കാണും. അതിന്റെ കാരണം എന്തായാലും ഞാൻ ഇത് കഴിഞ്ഞിട്ട് അവസാനം സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ട്രെയിലർ കണ്ടു നോക്കാം. എന്റെ പൊന്നോ, 3 മിനിറ്റ് 50 സെക്കൻഡ്. കൊള്ളാം. ലൈക്ക പ്രൊഡക്ഷൻസ് എന്തിനാണോ എന്റെ അവരൊക്കെ മക്കളല്ല വിട്ടുപോയില്ലേ? എന്റെ പിന്തുടർച്ചക്കാർ. PK രാംദാസ്. എന്നെ കൊള്ളാം. പിന്തുടരുന്നവർ ആരാണ്? അവരാണ് എന്റെ മക്കൾ. എന്താ ഫ്രെയിം അല്ലേ? PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ജഗൻ രാംദാസ് വന്നിരിക്കുന്നു. ഈ സംസ്ഥാനത്തിനെ നിരന്തരം കൊള്ളാം. തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. ഗോവർദ്ധനും വന്നല്ലോ. സുരാജ്, ബൈജു, എല്ലാവരും എന്ത് എനർജിയില്ലേ? നമ്മൾ ഉടൻ തന്നെ കേൾക്കും. और राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. നോർത്തിലുള്ള സീൻസ് ഒക്കെ ആണല്ലോ. മനുഷ്യജീവനും കൊള്ളാം. മഞ്ജു ഒരു ചേച്ചി. രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഓ, വില്ലൻ മെയിൻ വില്ലൻ അല്ല, സൈഡാണ് തോന്നുന്നത്. നമ്മുടെ ഡ്രാഗൻ വന്നു. ഇവരാണ് ഡ്രഗ്സിന്റെ. അമ്മോ, എന്നെ ഫ്രെയിമാണ്. ഓ, തുർക്കി, ലണ്ടൻ, ഫ്രാൻസ്, യമൻ, എന്റെ അമ്മോ, ഇറാഖ്, ചൈന, എന്താ उसकी ഫ്രെയിം? പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ പൃഥ്വിരാജിന്റെ കുട്ടിക്കാരൻ തമോഗോളം വന്നടാ. എമ്പുരാൻ വന്നു, മലയാളത്തിന്റെ തമ്പുരാൻ. യാ, ലാലേട്ടന്റെ ഇൻട്രോ കോരിത്തേരി പഠിച്ചിരിക്കും നമുക്ക്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശോ, എത്ര ക്യാരക്ടറാണ്. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫന്റെ തിരിച്ചുവരവ്. എന്റെ അമ്മോ, ലാലേട്ടന്റെ ഇൻട്രോ ശരിക്കും എന്താ അത്? ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ശോ, ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? ലൊക്കേഷനാണ് ഒരു രക്ഷയില്ല. ഒരു സ്ക്രീനിങ്. സെയ്ദ് മസൂദ്, പൃഥ്വിരാജ് പൊളിച്ചു. We have to end this war. ഇതിലൊരു ഒറ്റ ഷോട്ട് പോലെ ഒരു ഡ്യൂപ്പിലാണ്ടാ ചെയ്തത് ലാലേട്ടെന്ന് പറയുന്നത്. എന്റെ അമ്മോ, എന്താ ഒരു വയലൻസ് വിഷ്വൽസ്. So Stephen, come back. Save your land. ലാലേട്ടന്റെ മുണ്ടും മടക്കി കുത്തൽ മതി, വേറെ എന്ത് വേണം? വാടാ, എന്താ സീന്. എല്ലാം വെളിരായിട്ടുള്ള ഷൂ. എന്താ ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും പടം 100% വേറെ ലെവലാവും. എന്താ കുതിരയൊക്കെ അവർ ഫയറിൽ പോണം. ഐമാക്സ് എന്തായാലും ഒരു 1.5 ലെവലായിരിക്കുന്നു മനസ്സിലായി. ഈശ്വര, അവസാനം പ്രതി ലാലേട്ടങ്ങളും നിൽക്കും, വേറെ എന്ത് വേണം? But answer this one question. ഒരു രക്ഷയില്ല. ലൂസിഫർ. എമ്പുരാൻ. ഇനി ഇവരാണ് നമ്മുടെ മലയാളത്തിലെ തമ്പുരാൻ. കലക്കി എന്തായാലും. ഇനി എന്ത് വേണം? ലാസ്റ്റത്തെ ഐമാക്സില്, മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഐമാക്സിൽ ഒരു പടം വരുന്നത്. വേറെയുള്ള രാജ്യങ്ങളിലും വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള തമിഴിലും തെലുങ്കിലൊക്കെ ഇഷ്ടം പോലെ ഫിലിമുകൾ ഐമാക്സിൽ വന്നിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ടാണ്. ഇത് എന്തായാലും നമ്മൾ കണ്ടിരിക്കണം. ശരിക്കും ഐമാക്സ് കാണുമ്പോഴേക്കും ഇതിന്റെ കൂടുതൽ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ഇതിന്റെ പിന്നാലെ ഉണ്ടെങ്കിലും അവര് പക്ഷെ ഇതിന് പിന്മാറി എന്ന് പറയുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് പിന്മാറി. സംഭവം വീണ്ടും ഒരു ലോഗോ വരാൻ കാരണം എന്താ അറിയോ? അത് സംഭവം സെൻസർ ചെയ്യുമ്പോ ഒക്കെ ഇവരുടെ ഒഫീഷ്യൽ വെച്ച് ചെയ്തു. ഇനി വീണ്ടും റീസെൻസർ ചെയ്തു വെച്ചാൽ അവരുടെ ലോഗോ ഇല്ലാണ്ട് ആക്കാൻ വെച്ചാൽ സമയം എടുക്കും. അപ്പൊ നമ്മുടെ റിലീസ് തീയതി ആയിട്ടുള്ള 27-ാം തീയതി, മാർച്ച് 27-ന് അവർക്ക് ഇറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പിന്നെ ഈ ട്രെയിലർ ഇന്ന് ശരിക്കും 1/8-നാണ് ഇത് ഇറക്കായിരുന്നു, ഉച്ചയ്ക്ക് 20-ാം തീയതി. പക്ഷെ ഇത്
ഹിന്ദി പ്രിന്റ് പറയുന്നത് ചോർന്നു. അതുകൊണ്ടാണ് ഇവര് രാത്രി തന്നെ ഇറക്കിയത്. അപ്പൊ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ മസ്റ്റ് തിയേറ്ററിൽ കാണേണ്ടതാണ്. സംഭവം 100 കോടിയല്ല, വേറെ ലെവലെത്തും. ആദ്യത്തെ ഐമാക്സ് എക്സ്പീരിയൻസ് പറയുന്നതാണ് മലയാളത്തില്. എല്ലാവരും കണ്ടിരിക്കണം. ഞാനും കട്ട വെയിറ്റിംഗ് ആണ്. സംഭവം ഇതിന്റെ ഓൺലൈൻ ബുക്കിംഗ് പറയുന്നത് അടുത്ത ദിവസമായിട്ട് തന്നെ തുടങ്ങുന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുക. തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടമാണ്. ബൈ.